ആദ്യമായിട്ട് എല്ലാവരും ഒരു വണ്ടിക്ക് കാത്തു നിൽക്കും. അത് കാത്തു നിൽക്കാതെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു, അയാളെ നമ്മൾ തട്ടി ഉണർത്താൻ നോക്കുമ്പോൾ അയാൾക്ക് ചലനമില്ല, അല്ലെങ്കിൽ അയാൾ ശബ്ദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ വണ്ടിക്കോ ആംബുലൻസിനോ കാത്തു നിൽക്കാതെ CPR തുടങ്ങുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതെങ്ങനെ കൊടുക്കണം, അത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു സ്കൂൾ കുട്ടി മുതൽക്ക് മുതിർന്നവർ വരെയും അറിയേണ്ടതായിട്ടുണ്ട്. വേൾഡ് ഹാർട്ട് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജില്ലതോറും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയവും മുഖ്യമന്ത്രിയും ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് CPR കൊടുക്കുക എന്നുള്ളതാണ്. CPR എന്ന് വെച്ചാൽ കാർഡിയോ പൾമണറി റിസക്സിറ്റേഷൻ. ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ ഈ നാളുകളിൽ ഒരുപാട് നമ്മൾ കേൾക്കുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണം, അതുപോലെ തന്നെ യുവാക്കളിൽ കൂടുതലായിട്ട് മരണം കാണുന്നത് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ, കൂടാതെ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വ്യത്യാസങ്ങൾ, ആഹാരത്തിൻ്റെ രീതിയിൽ വന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിലും നമ്മുടെ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, സ്ട്രെസ് ലെവൽ കൂടുതലും, ഉറക്കമില്ലായ്മയും, ഇതുപോലെ ഒട്ടനവധി കാരണങ്ങളാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കുക. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതിനെ നിയന്ത്രിക്കുക. പ്രാധാന്യമായിട്ടും അസുഖങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇതുകൂടാതെ നമ്മുടെ കുട്ടികളിൽ തന്നെ നല്ല ആഹാര രീതികൾ, ശീലങ്ങൾ കൊണ്ടുവരിക, ഫാസ്റ്റ് ഫുഡ് ഉപേക്ഷിക്കുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ ജില്ലതോറും മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ ആരോഗ്യ DHSൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, DMOമാർ, NHM, IMA എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു CPR പ്രോഗ്രാം സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് നമ്മൾ എല്ലാവരെയും ട്രെയിൻ ചെയ്ത് എടുക്കുക. ഇത് നല്ലൊരു ഹൃദയം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. എന്നുവെച്ചാൽ അത് ഒരു വിലയും ചോദിക്കാതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഹൃദയടിപ്പ് നിന്ന് കഴിഞ്ഞാൽ ജീവനില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. അത് അറിയിക്കാനായിട്ടാണ് നമ്മുടെ ആരോഗ്യ മന്ത്രാലയവും ആരോഗ്യ വകുപ്പും അതിനു വേണ്ടിയുള്ള ശ്രമം ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് എല്ലാവരും ഒരു വണ്ടിക്ക് കാത്തു നിൽക്കും. അത് കാത്തു നിൽക്കാതെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു, അയാളെ നമ്മൾ തട്ടി ഉണർത്താൻ നോക്കുമ്പോൾ അയാൾക്ക് ചലനമില്ല, അല്ലെങ്കിൽ അയാൾ ശബ്ദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ വണ്ടിക്കോ ആംബുലൻസിനോ കാത്തു നിൽക്കാതെ CPR തുടങ്ങുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതെങ്ങനെ കൊടുക്കണം, അത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു സ്കൂൾ കുട്ടി മുതൽക്ക് മുതിർന്നവർ വരെയും അറിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ശ്രമമാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. പലരും യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് പലരും കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അവരിൽ നമ്മൾ പല കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ പുകവലി, അമിതമായ മദ്യപാനം, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, അത് ശ്രദ്ധിക്കാതെ ഇരിക്കുക. പിന്നെ നമ്മുടെ ഹൃദയത്തിനെക്കുറിച്ച് കൂടുതലും നമുക്ക് സ്നേഹിക്കണം. നമ്മൾ നമ്മുടെ ഹൃദയത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും നമ്മൾ ഇനി ഈ കൊല്ലം അതിൻ്റെ ഒരു തീമായിട്ട് എടുക്കുന്നത്.